നമസ്കാരം. വർഷങ്ങളായി പുറം ലോകത്തേക്ക് എത്താതിരുന്ന ശ്യാം എന്ന ഭിന്നശേഷിക്കാരൻ ഇന്ന് പുറം ലോകം കാണും. അതിന് വഴിയൊരുക്കിയതാകട്ടെ മയ്യനാട്ടെ RS അബിൻ എന്ന വാർഡ് മെമ്പർ. കൊല്ലം മയ്യനാട് വലിയവിളയിൽ വലിയവിള ക്ഷേത്രത്തിന് സമീപം കൊന്നയിൽ വീട്ടിൽ ശ്യാം എന്ന 34-കാരൻ ജന്മന വൈകല്യങ്ങളോടെ പിറന്ന ശ്യാം താമസിച്ചു വന്ന വീട്ടിലേക്ക് നിരങ്ങി സഞ്ചരിക്കുമായിരുന്നു. പുറം ലോകത്തെ കാഴ്ചകൾ കാണുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ വഴി തകർന്ന് കുണ്ടും കുഴിയുമായതോടെ അവൻ്റെ പുറം ലോകത്തെ കാഴ്ചകളും വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളും കാണാൻ പറ്റാതായി. വീട്ടിൽ തന്നെ എപ്പോഴും ഇരിപ്പായി. അന്ന് വാർഡ് മെമ്പറായിരുന്ന വനിതയോട് പലവട്ടം വീട്ടിലേക്കുള്ള വഴിയൊന്ന് നന്നാക്കി തരണമെന്ന് പലവട്ടം പറഞ്ഞിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് RS അബിനായിരുന്നു. ശ്യാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കി വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു. ഇനി ശ്യാം ആരുടെയും സഹായമില്ലാതെ ഈ വഴിയിലൂടെ ഇഴഞ്ഞ് നീ സമീപത്തുള്ള ഉത്സവങ്ങൾ കണ്ട് റോഡിന് സമീപം ഇരിക്കുമ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരെയും കാണും. ശ്യാമിൻ്റെ ഒരു ദുഃഖമേ ഉള്ളൂ. മഴക്കാലമായാൽ വീടിന് പുറത്തുള്ള ശൗചാലയത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ട്. റെഡിയാക്കി തന്നു. ഇപ്പം മോന് പോകാനും സൗകര്യമായി. ഇപ്പം വലിയ ഇതില്ലാതെ കിടന്നത് ഒരുപാട് നാൾ മുമ്പ് വലിയ കുഴപ്പമായിട്ട് കിടന്നത്. അവിടെ എല്ലാം നടന്നു പോകാനോ ഒന്നും വയ്യാത്ത വിധത്തിൽ കിടന്നതാണ്. പഞ്ചായത്ത് മെമ്പറുടെ പേരെന്ത്? മെമ്പർ അബിൻ വന്ന് ഞങ്ങൾക്കെല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. നേരത്തെ മണ്ണ് വെറും നേരത്തെ വെറും കുഴിയും കൊണ്ട് കുഴിയായിട്ട് കല്ലൊക്കെ ആയിരുന്നു. കല്ലുമൊക്കെ ആയിരുന്നു. മോന് പോകാൻ കാലെല്ലാം മുറിഞ്ഞു വാരി. ഇപ്പം എന്തായാലും അതെല്ലാം ശരിയായി. എന്നാലും ഇപ്പം പോവാം. ഒന്നുമില്ല. പ്രസവിച്ച ഉടനെ ജന്നി വന്നപ്പോഴേ ഇയാൾ അവശതയായി. പ്രസവിച്ച ഉടനെ ജന്നി വന്നു. പ്രസവിച്ചത് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അന്ന് മുതലേ ഇങ്ങനെ വിഷമമാണ്. അന്ന് തൊട്ടേ പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജും ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് തന്നെ ചികിത്സകളെല്ലാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പിന്നെ അവിടെ നിന്ന് 3 വയസ്സ് വരെ ആയുർവേദ കോളേജിൽ 6 മാസം അഡ്മിറ്റായി. അവിടെ കിടന്നു ആയുർവേദ കോളേജിൽ. എന്നിട്ടും വിശേഷമില്ല. പിന്നെ പള്ളികൾ, അമ്പലം എവിടെയെല്ലാം കൊണ്ടുപോയി. അവസാനം ഇവിടെ ചാലക്കുടി പള്ളിയിൽ 9 ദിവസം വെച്ചുകൊണ്ടിരുന്നു ഞാൻ. അവിടെയും ഞാൻ കൊണ്ടുപോയി. പോവാത്ത പള്ളികളും അമ്പലങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചപ്പോൾ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി തിരിച്ച് നടത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ വ്രതം പിടിച്ച് ഇവനെയും കൊണ്ടുപോയി. അപ്പുറത്തുനിന്ന് അക്കരയിൽ നിന്ന് വണ്ടി വിടുന്നെന്ന് പറഞ്ഞു. കൊണ്ടുപോയി 9 ദിവസം അവിടെ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഓരോരുത്തർ പറയുന്നിടത്തെല്ലാം നമ്മൾ കൊണ്ടുപോകും. എത്ര വയസ്സുണ്ട്? ഇപ്പം 34 വയസ്സുണ്ട്. 34 വയസ്സുണ്ട്. ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇവന് ആഹാരമെല്ലാം ഞാൻ വാരി കൊടുക്കും. പിന്നെ ആഹാരമൊന്നും വാരി കഴിക്കാൻ പറ്റത്തില്ല. ബാത്റൂമിലൊക്കെ പോകാൻ ബാത്റൂമിൽ ഇഴഞ്ഞു പോകും. വെളിയിലാണ് ബാത്റൂം. ബാത്റൂമിനാ ഇനി മഴക്കാലത്ത് എന്തോ ചെയ്യാൻ പറ്റും? മഴക്കാലത്ത് പോകുമ്പോൾ ഈ ചെളി കൂടെയൊക്കെ ഇഴഞ്ഞ് അവിടെ അവന് വേണ്ടി ആ അപ്പുറത്തെ വശത്ത് ടാർപ്പ കെട്ടിയിരിക്കുന്നത് നനയാതിരിക്കാം മഴയത്തൊക്കെ പോവാൻ. മരുമോൻ അല്ലാതെ ഭാഗത്ത് ബാത്റൂം കെട്ടാനുള്ള ഒരു ഇതൊന്നും ഇല്ല എനിക്ക്. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. ഭാഗത്തൊരു ബാത്റൂം അത്യാവശ്യമാണ്. ഒരു ബാത്റൂം ഇതിന്റെ കാര്യം അകത്തൊരു ബാത്റൂം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. കുഞ്ഞിന്റെ കാര്യം വെച്ചോണ്ടാ, ഞങ്ങളെ കാര്യമല്ല, അവന്റെ കാര്യം വെച്ചോണ്ട് അവന് പുറത്തോട്ട് പോവാനൊക്കെ വലിയ. പിന്നെ ഈ കാലിന് മുട്ടിൽ വന്ന വലിയ പ്രശ്നമാണ്. മുട്ട് പഴക്കും. ഈ വെളിയിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ഈ അണുക്കളൊക്കെ തട്ടിയിട്ടായിരിക്കും കൂടുതലും പഴുക്കുന്നത്. ഈ 2 മുട്ടും പഴുക്കുമ്പോഴത്തേക്ക് കൊണ്ടുപോയി അത് എത്ര വട്ടം കീറി അത് ഇതാക്കിയിട്ട് ഒരു പ്രാവശ്യം അത് കീറുന്നതിന് 2500 രൂപ അവിടെ അടയ്ക്കുന്നത് ഫീസ്. അവിടെ കൊണ്ടുപോയി കീറി പിന്നെ അത് ഉണങ്ങുന്നവരെ മൂത്രമൊഴിക്കാനും എന്നെല്ലാം എടുത്ത് പൊക്കിക്കൊണ്ട് പോകണം നമ്മൾ വെളിയിലൊക്കെ ബാത്റൂമിൽ. ഈ മകനല്ലാതെ വേറെ ആരുണ്ട്? മക്കള് മോളുണ്ട്. മോളും കുടുംബവും. മോളുടെ ഭർത്താവിന് എന്താ ജോലി? കൂലിപ്പണി. അദ്ദേഹത്തിന്റെ വരുമാനം അനുസരിച്ചാണ് കുടുംബം പോകുന്നത്. ഈ കാലിന് ഇടാൻ ചെരുപ്പ് അത്യാവശ്യമാണോ? അപ്പോൾ ചെരുപ്പ് വേണമെന്ന് പറയുന്നു. അന്നൊരാൾ ഇതേപോലെ ചെരുപ്പിന് നമ്മൾ രാത്രി ഒരു ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഉടനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ല.
അപ്പോൾ വീട്ടിൽ മറ്റ് കുടുംബങ്ങളാരൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് മരിച്ച് 8 വർഷമായി. 8 വർഷമായി. 8 വർഷം. ഇത് ഈ ശ്യാമാണ് മൂത്ത മകൻ. മൂത്ത മകൻ. ഇനി ഒരു മകളുണ്ട് അല്ലേ? മകളുണ്ട്. മകൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. ഞാൻ കണ്ടിയാപ്പീസി ജോലിക്ക് പോവായിരുന്നു. ഇപ്പൊ ജോലികളൊന്നും ഇല്ല. അതുപോലെ വയ്യ, കാല് മുട്ടുകൊണ്ട് കുത്തിയിരുന്നുള്ള ജോലി കണ്ടിയാപ്പീസി. അപ്പൊ ഈ മുട്ട് രണ്ടും തേയ്മാനാവോണ്ട് പോകുന്നില്ല. ജോലിയും ഇല്ല. അങ്ങനെ കമ്പനി ജോലിയുണ്ടോ? ആട് കോഴിയൊക്കെ. കമ്പനി ജോലിയുണ്ടോ? ഇല്ല. ഞാൻ നിർത്തിയ കമ്പനി പൂട്ടിയിട്ടു, അടച്ചു. അവിടെ ജോലിയും ഇല്ല. ഞാൻ നിർത്തി കുറച്ച് നാളെ പിന്നെ നടന്നോളൂ ജോലി അവിടെ. പിന്നെ ഇപ്പോഴും അടച്ചിട്ടിരിക്കുക. 3-4 വർഷമായി. ഇപ്പൊ എന്തോ ചെയ്യുന്നു? വേറെ ഒരു ജോലിയില്ല. ഇപ്പൊ കോഴിയും ആടും ഒക്കെ വളർത്തി ഇങ്ങനെ അങ്ങ് പോകുന്നു ഇവരോടൊപ്പം.